പീപ്പിൾ ഇംപാക്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓണസദ്യ വിളമ്പിയ സംഭവത്തിൽ 2 പേർക്കെതിരെ നടപടി. ഹെഡ് നഴ്സിനെ സ്ഥലം മാറ്റി ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് നടപടിയെടുത്തത്. വിവരങ്ങളുമായി മിനീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. മിനീഷ്, പീപ്പിൾ ടിവിയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഓണസദ്യ ഓപ്പറേഷൻ തിയേറ്ററിൽ വിളമ്പിയ നടപടിയിൽ 2 പേർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. ആർക്കൊക്കെ എതിരെയാണ് നടപടി? വിവരങ്ങൾ. അഞ്ജു, ഈ കഴിഞ്ഞ 22-ാം തീയതിയാണ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം ബി തിയേറ്ററിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെ പൂക്കളം ഒരുക്കുകയും ഓണസദ്യ വിളമ്പുകയും ചെയ്ത സംഭവം നടന്നത്. ഇത് വളരെ വിവാദമായിരുന്നു. ഇത് ആ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പീപ്പിൾ ടി വി വാർത്താ സംഘം ആശുപത്രിയിലെത്തി. പക്ഷേ ആശുപത്രിയിലുള്ളിലേക്ക് നമുക്ക് കടക്കാനുള്ള ചില നിബന്ധനകളുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഭേദിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മൊബൈലിലാണ് അത് റെക്കോർഡ് പകർത്തി നമ്മൾ മാധ്യമ പുറം ലോകത്തെ അറിയിച്ചത്. അത് ഏറെക്കുറെ ചർച്ചാ വിഷയമായി. അന്ന് തന്നെ ആരോഗ്യമന്ത്രി ഇത് സംബന്ധിച്ചുള്ളൊരു അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. അതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2 പേർക്കെതിരെ നടപടി വന്നിരിക്കുന്നു. ഒന്ന്, ഹെഡ് നഴ്സിനെ അവിടെ നിന്നും സ്ഥലം മാറ്റിയതായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ ആരോഗ്യ സെക്രട്ടറിയുടെ ഓഫീസിൽ നമുക്കറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, അനസ്തേഷ്യ വിഭാഗം മേധാവിയെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചതായിട്ടുള്ള ഒരു വാർത്തയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെയാണ് ആരോഗ്യവകുപ്പിലെ ഉന്നതരടക്കമുള്ള ആൾക്കാർ ഈ ഒരു വിഷയത്തെ കണ്ടത്. കാരണം വളരെ ജാഗ്രതയോടെ കരുതേണ്ട ഒരു ഓപ്പറേഷൻ തിയേറ്റർ, പ്രത്യേകിച്ചും കാർഡിയോളജി വിഭാഗത്തിൻ്റെ മേജർ ഓപ്പറേഷൻസ് നടക്കുന്ന ഒരു സ്ഥലത്ത് 30 മുതൽ 40 വരെയുള്ള ഓപ്പറേഷൻസ് ഒരു ദിവസം നടക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്ററാണ്. അവിടെ 600ഓളം പേർക്ക് ഓണസദ്യ വിളമ്പുക എന്ന് പറയുന്നത് തന്നെ സാധാരണക്കാരായ ജനങ്ങളെ തന്നെ ഏറെ അമ്പരപ്പിച്ച ഒരു കാര്യം കൂടിയാണിത്. എന്നാൽ ആശുപത്രി അധികൃതർ നൽകുന്നൊരു വിശദീകരണം, അത് സാധാരണ അവരുപയോഗിക്കുന്ന ഒരു ക്യാൻറ്റീനാണ്. അവിടെ സാധാരണ ഓപ്പറേഷൻ വേളയിൽ തന്നെ ഡോക്ടർമാരും മറ്റ് അനുബന്ധമായി നിൽക്കുന്ന ജീവനക്കാരെല്ലാം തന്നെ അവിടെ ചായ കുടിക്കാനും മറ്റ് ലഘുഭക്ഷണങ്ങൾ കഴിക്കാനും ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഓണസദ്യ, ഇത്തരത്തിലൊരു സദ്യ വിളമ്പിയതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് ആശുപത്രി അധികൃതർ നൽകുന്നൊരു വിശദീകരണം. പക്ഷേ ഇത് ഈ വാർത്ത എത്തിയപ്പോൾ തന്നെ, ഈ വാർത്ത പുറം ലോകം അറിഞ്ഞതിന് ശേഷം തന്നെ സാധാരണക്കാരായ ആൾക്കാർ ഒട്ടനവധി പേർ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് തന്നെ ഇവിടെ ഫോണിൽ വിളിച്ചൊക്കെ പ്രതികരണം അറിയിച്ചിരുന്നു. കാരണം ഈ കാർഡിയോളജി വിഭാഗത്തിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൂട്ടിരിപ്പുകാർക്ക് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് ഒരു രോഗി കയറി കഴിഞ്ഞാൽ അവരെ ആ രോഗിയോട് ഒരു മരുന്ന് കൈമാറാൻ പോലും കഴിയാത്ത അത്ര രീതിയിലുള്ള ഒരു സമീപനമാണ് അവിടുത്തെ അധികൃതർ കാണിക്കുന്നത്. ഡോറ് തുറന്ന് തല പുറത്തിട്ട് മാത്രമാണ് ഈ രോഗിയുടെ കൂട്ടിരിപ്പുകാരോട് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ പറയുന്ന നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പൂക്കളം ഒരുക്കി അതിനുശേഷം സ്റ്റീറൈൽ ഏരിയ എന്ന് നമ്മൾ മൊബൈലെടുത്ത ദൃശ്യത്തിൽ തന്നെ പ്രത്യേകമായി പറയുന്നുണ്ട്. ആ സ്റ്റീറൈൽ ഏരിയയ്ക്ക് അപ്പുറത്താണ് ഇത്തരത്തിലുള്ള 600ഓളം പേർക്ക് വരുന്ന സദ്യ രാവിലെ 10 മണി മുതൽ തന്നെ അവിടെ എത്തിച്ച് പുറത്തുനിന്നുള്ള പാചകക്കാർ ഉൾപ്പെടെയുള്ളവർ ചെരുപ്പും അവരുടെ ഈ തരത്തിലുള്ള യാതൊരു സ്റ്റീറൈൽ വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ നടന്നുകൊണ്ട് തന്നെ അവിടെ ഈ പറയുന്ന സദ്യ വിളമ്പിയത്. അതിനെതിരെ ഒരു നടപടിയാണ്. വിശദമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കേവലം ഇതൊരു ജീവനക്കാരുടെ ഒരു കെടുകാര്യസ്ഥതയായി കൃത്യവിലോപമായി തന്നെ ഇത് കണക്കാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി വന്നിരിക്കുന്നത്. മേലിൽ ഇത്തരത്തിലൊരു ആവർത്തനം ഈ ഒരു പ്രത്യേകിച്ചും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു കൃത്യവിലോപം ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു വാർത്ത സൂചിപ്പിക്കുന്നത്. അഞ്ജു, തീർച്ചയായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓണസദ്യ വിളമ്പിയ സംഭവത്തിൽ 2 പേർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്ന വിവരങ്ങളാണ് മിനീഷ് കുമാർ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കൂടി ചേർന്ന UDF യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് രൂക്ഷ വിമർശനം. തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നുള്ള അഭിപ്രായം UDF-നില്ലെന്നും വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ലീഗിന് അതൃപ്തിയുണ്ടെന്നും UDF കൺവീനർ PP തങ്കച്ചൻ പറഞ്ഞു. അതേസമയം JDU-യുമായുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ രൂക്ഷ വിമർശനമാണ് UDF ഉന്നതാധികാര സമിതി യോഗത്തിൽ ഉയർന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുകയാണ്, അതിനെ രാഷ്ട്രീയമായി നേരിടണം. കമ്മീഷനോട് പരസ്യമായ ഏറ്റുമുട്ടൽ വേണ്ടെന്നും യോഗത്തിൽ തീരുമാനമായി. തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ലീഗിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി വാദിച്ചു. എന്നാൽ വാർഡ് വിഭജനത്തിൽ ലീഗുമായി ബന്ധപ്പെട്ടുയർന്ന ആക്ഷേപങ്ങൾ ഇല്ലാതാക്കി തെരഞ്ഞെടുപ്പ് കൃത്യസമയത്ത് നടത്തണമെന്ന് BD സതീശനും MM ഹസനും പറഞ്ഞു. ലീഗിനെ ഒറ്റപ്പെടുത്തുന്ന കാര്യത്തിൽ ലീഗ് മന്ത്രിമാർ യോഗത്തിൽ അതൃപ്തി അറിയിച്ചു. UDF-ന്റെ കൂട്ടായ തീരുമാനപ്രകാരമാണ് വാർഡ് വിഭജനത്തിൽ നടപടി സ്വീകരിച്ചതെന്നും KP മജീദും യോഗത്തിൽ തുറന്നടിച്ചു.
അതേസമയം തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടത്തിൽ തന്നെ നടത്തുമെന്നും ഷെഡ്യൂൾ സെപ്റ്റംബർ 3 കോടതിയെ അറിയിക്കാൻ UDF യോഗം തീരുമാനിച്ചെന്നും കൺവീനർ PP തങ്കച്ചൻ വ്യക്തമാക്കി. ഒരു മാസം നീണ്ടുപോയില്ലേ, നവംബർ 1 എന്നല്ല പറഞ്ഞത്, ഏതാനും ദിവസം ഞാൻ പറഞ്ഞു, നീണ്ടുപോയാൽ ചിലപ്പോൾ ഏതാനും ദിവസം. ആ ഷെഡ്യൂൾ ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ മുസ്ലിം മന്ത്രിമാരെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ ഒരു പരാതി. അങ്ങനെ ഒരു പരാതിക്ക് അവകാശമില്ല. ഇതിൽ ഞങ്ങളെല്ലാം ഒരുപോലെ, തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ പങ്കുണ്ട്. ജില്ലകളിലെ UDF ചെയർമാൻ സ്ഥാനം, ഡെപ്യൂട്ടി സ്പീക്കർ തുടങ്ങിയ വിഷയങ്ങൾ അടുത്ത UDF യോഗത്തിന് മുൻപായി ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും തങ്കച്ചൻ അറിയിച്ചു. അടുത്ത മാസം 22-ന് ചേരുന്ന UDF യോഗത്തിൽ പാലക്കാട് കമ്മീഷൻ റിപ്പോർട്ടും ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് സംബന്ധിച്ച കാര്യം കോടതിയുടെ പരിഗണനയിലാണെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനം റദ്ദാക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോടതി പറയുന്നത് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. പുതിയ പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും രൂപീകരണം ചിലരെ വിരളി പിടിപ്പിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് സമയബന്ധിതമായിട്ട് നടത്താനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ഗവൺമെന്റ് 2 ഘട്ടമാക്കാൻ പോകുന്നു. ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇതിൻ്റെ പേരിൽ മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ. മുസ്ലിം ലീഗാണ് ഇതിനകത്ത് എന്തോ പ്രത്യേക താല്പര്യം. ഇതിനകത്ത് എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും മന്ത്രിസഭയും UDFും ഒന്നിച്ച് എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ്. ശരിയായ തീരുമാനങ്ങളാണ്. ഇപ്പോഴും ഞങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കേണ്ടത് കൊണ്ടാണ് ഞങ്ങൾ ഇനിയും അപ്പീലുമായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. പുതിയ പഞ്ചായത്തുകളിൽ ജനങ്ങൾ കാട്ടിയ ഉത്സാഹവും പുതിയ മുനിസിപ്പാലിറ്റികളിൽ ഉള്ള അനുകൂലമായ സാഹചര്യങ്ങളും ചിലരെയൊക്കെ വിരളി പിടിപ്പിച്ചിരുന്നു. സംസ്ഥാനത്ത് മിനി അടിയന്തരാവസ്ഥയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഗൂഢപദ്ധതിയാണെന്നും കോടിയേരി പറഞ്ഞു. എന്നാൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ സർക്കാർ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് VS അച്യുതാനന്ദൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കുഞ്ഞാലിക്കുട്ടി ഭീഷണിപ്പെടുത്തിയെന്നും കമ്മീഷനെ ശാസിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും VS പറഞ്ഞു. ഇപ്പോൾ കേരളത്തിലൊരു മിനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ചെയ്യുന്നത്. ഇലക്ഷൻ നീട്ടിവെക്കുന്നതിനോട് ഒരു കാരണവശാലും ഞങ്ങൾ യോജിക്കില്ല. അത് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്നതാണ്. അതുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കുക എന്ന പ്രശ്നത്തിൽ വേണ്ടി ഞങ്ങൾ ശക്തമായുള്ള നിലപാട് തന്നെ സ്വീകരിക്കും. അത് കണിശമായിട്ട് തെറ്റല്ലേ? ഭരണഘടനാ കമ്മീഷനാണ് പിന്നെ സ്ഥാപനം. അതിനെതിരായിട്ട് സംസാരിക്കാൻ ഒരു മന്ത്രിക്കോ മറ്റൊന്നും യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ല. CPIM നേതാവും ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്ററും MLAയുമായിരുന്ന PG പുരുഷോത്തമൻ പിള്ള അന്തരിച്ചു. 86 വയസ്സായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ കടപ്ര നിരണത്തെ വസതിയിലായിരുന്നു അന്ത്യം. 1967 മുതൽ 10 വർഷം ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിരുന്നു. തിരുക്കൊച്ചി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറി, AISFന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിൽ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയായിരുന്നു. സംസ്കാരം നാളെ 3 മണിക്ക് പത്തനംതിട്ട നിരണം കടപ്രയിലെ വീട്ടുവളപ്പിൽ നടക്കും. പുരുഷോത്തമൻ പിള്ളയുടെ നിര്യാണത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തി.